1936 ഓഗസ്റ്റ് 14 കൊളറാഡോയിലെ പ്യൂബോയിലെ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന 2 പെൺകുട്ടികളെ ആരോ ഒരാൾ ആക്രമിച്ചു. വാൾ പോലുള്ള ഒരു ആയുധം വെച്ചാണ് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ലൈംഗികമായും ഉപദ്രവിച്ചു. ഒരു കുട്ടി തൽക്ഷണം തന്നെ മരിച്ചു. എന്നാൽ ബാർബറ എന്ന പെൺകുട്ടി 2 ആഴ്ച കോമയിലായിരുന്നു. അവരുടെ മാതാപിതാക്കൾ ഇല്ലാതിരുന്ന സമയമായിരുന്നു അത്. അമേരിക്കയിൽ ആ കേസ് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ആരാണ് ആ അക്രമി എന്നുള്ള അന്വേഷണം വളരെ ശക്തമായി. ആ അന്വേഷണം ചെന്നെത്തിയത് 23കാരനായ ജോയ് അരീഡിയുടെ അടുത്താണ്. ഈ കേസിൻ്റെ അന്വേഷണ വഴികളിലൂടെ ഇന്ന് നമുക്ക് സഞ്ചരിക്കാം. ക്രൈം ഡീകോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. 1915 കൊളറാഡോയിലെ പ്യൂബോയിൽ മേരിയുടെയും ഹെൻറിയുടെയും മക്കളിൽ മൂത്തയാളായിരുന്നു ജോയ് അരീഡി. ആ കുഞ്ഞിന് സംസാരശേഷി അത്ര കണ്ട് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 5 വയസ്സുവരെ അവൻ വളരെ കുറച്ചു വാക്കുകൾ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. പോകെ പോകെ അവൻ മെൻ്റലി ഡിസേബിൾഡായ കുട്ടിയാണെന്ന് ആ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. അവനെ അടുത്തുള്ള എലിമെൻ്ററി സ്കൂളിൽ ചേർത്തെങ്കിലും 1 വർഷത്തിനു ശേഷം മറ്റു കുട്ടികളുടെ കൂടെ പഠിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ അവനെ തിരിച്ചയച്ചു. ചിന്താശേഷിയോ നിറങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ ആഴ്ചകളുടെ പേരോ എന്തിന് 5 വരെ എണ്ണാൻ പോലുമുള്ള തിരിച്ചറിവ് ഇല്ല എന്ന് അവർ മനസ്സിലാക്കി. വിശദമായ പരിശോധനകൾക്ക് ശേഷം അവൻ്റെ IQ 46-ന് താഴെയാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അതിനിടയ്ക്ക് പിതാവ് ഹെൻറിയുടെ ജോലി നഷ്ടപ്പെട്ടതോടെ സാമ്പത്തികമായി അവർ തകർന്നു. ജോയുടെ കാര്യം വേണ്ടത്ര ശ്രദ്ധിക്കാനുള്ള സമയം അവർക്ക് ലഭിച്ചില്ല. എങ്ങനെയെങ്കിലും ജീവിതം കരുപിടിപ്പിക്കുവാനുള്ള നെട്ടോട്ടമായിരുന്നു അവർക്ക്. ആ മാതാപിതാക്കളുടെ പ്രതീക്ഷ മുഴുവനും ഇളയ കുഞ്ഞുങ്ങളിലേക്ക് തിരിഞ്ഞു. അതിനാൽ തന്നെ കുഞ്ഞു ജോയിക്ക് വേണ്ടത്ര പരിഗണനയോ സൗകര്യങ്ങളോ നൽകാൻ ആ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നില്ല. ജോയ് അരീഡിയെ ഇളയ കുട്ടികളുടെ കൂടെ നിർത്തിയാൽ അവരുടെ ഭാവിയും ഇല്ലാതാകുമെന്ന ചിന്ത വന്നതോടെ മേരിയും ഹെൻറിയും ജോയിയെ കൊളറാഡോയിലെ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന സ്കൂളിലേക്കാക്കി. എന്നാൽ ആ സ്കൂളിലെ ജീവിതം അവന് നരകതുല്യമായി തീർന്നു. അവനെ സ്കൂളിലെ അധികാരികൾ മാത്രമല്ല, അവിടുത്തെ മറ്റു കുട്ടികളും ഉപദ്രവിക്കുമായിരുന്നു. മാത്രമല്ല അവിടെ പലതരം ജോലികളും അവനെക്കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. തറ തുടയ്ക്കൽ, പാത്രങ്ങൾ കഴുകൽ, അങ്ങനെ അധികം ദൈർഘ്യമില്ലാത്ത ജോലികൾ അവന് നൽകിയിരുന്നു. ഒടുവിൽ സഹികെട്ട് ജോയ് അരീഡി തൻ്റെ 22ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് അവൻ എത്തിപ്പെട്ടത് ഒരു റോഡ് ട്രെയിനിലാണ്. ആ ട്രെയിനിൽ കയറി പറ്റിയ ജോയ് അരീഡി തൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്തെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ്. ആ ട്രെയിനിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. അവൻ അതിലെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളുകളുമായി അടുപ്പത്തിലാകുന്നു. അവർ അവന് ഫുഡ് നൽകുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തു പോന്നു. ജോയ് അരീഡിയുടെ നിഷ്കളങ്കതയും അവൻ്റെ കുറവുകളും മനസ്സിലാക്കിയ ജോലിക്കാർ അവനെയും കൂടെ കൂട്ടി. അങ്ങനെ അവൻ എത്തിപ്പെട്ടത് ഒരു പാൻട്രിക്കാരനടുത്താണ്. അവിടെ തൊഴിലാളികളോട് ഭക്ഷണം ചോദിക്കുന്നത് കണ്ട അതിൻ്റെ സൂപ്പർവൈസർമാരായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഗ്ലെൻ ഗിബ്സൺ അരീഡിയെ ജോലിക്കാരോടൊപ്പം താമസിക്കാൻ അനുവദിക്കുകയും വൃത്തിയുള്ള വസ്ത്രങ്ങൾ നൽകുകയും ഭക്ഷണത്തിന് പകരമായി ഡിഷ് വാഷറായി ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത തിരിച്ചടി ഉണ്ടാകുന്നത്. ട്രെയിൻ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയം ആ ട്രെയിനിലെ ജീവനക്കാർക്ക് മാത്രമേ പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. ജോയെ കൂടെ കൂട്ടാൻ നിയമം അവരെ അനുവദിക്കില്ലായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടുപോയ ജോയ് പ്യൂബ്ലോയിൽ ഒറ്റപ്പെട്ടു പോകുന്നു. ആ സമയത്ത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ മർഡർ കേസ് റിപ്പോർട്ട് ചെയ്തു. 1936 ഓഗസ്റ്റ് 14 വൈകുന്നേരം കൊളറാഡോയിലെ പ്യൂബ്ലോയിലെ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഡ്രെയിൻ കുടുംബത്തിലെ 2 പെൺകുട്ടികളാണ് ക്രൂരമായ പീഡനത്തിന് ഇരയായത്. 15 വയസ്സുള്ള ഡൊറോത്തിയും അവളുടെ 12 വയസ്സുള്ള സഹോദരി ബാർബറയുമായിരുന്നു അത്. ഒരു വാൾ പോലെ മൂർച്ചയുള്ള ഒരു ആയുധമായിരുന്നു അവരെ ഉപദ്രവിക്കാനായി ഉപയോഗിച്ചത്. ആ പെൺകുട്ടികൾ 2 പേരും ലൈംഗികമായും ഉപദ്രവിക്കപ്പെട്ടിരുന്നു. ഡൊറോത്തി തൽക്ഷണം തന്നെ മരിച്ചിരുന്നു. 2 ആഴ്ചത്തെ അതിജീവനത്തിനൊടുവിൽ ബാർബറ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണത്തിനൊടുവിൽ ആ നഗരത്തിന് അപരിചിതനായിരുന്ന ജോയ് അരീഡിയിൽ എത്തിച്ചേർന്നു. 22 വയസ്സുള്ള ജോയ് അരീഡിക്ക് 5 വയസ്സുകാരൻ്റെ ബുദ്ധി വളർച്ചയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ശാരീരിക വളർച്ച അങ്ങനെ ആയിരുന്നില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ജോയെ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ അവൻ്റെ മറുപടിയിലെ പൊരുത്തക്കേടുകൾ സംശയമുളവാക്കി. അങ്ങനെ ഉദ്യോഗസ്ഥർ ഒരു നിഗമനത്തിലെത്തി. ആ പെൺകുട്ടികളെ അന്ന് രാത്രി ഉപദ്രവിച്ച അക്രമി അത് ജോയ് തന്നെയാണെന്ന്. അവർ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങി. അക്രമിയെ കണ്ടെത്തി എന്ന് ലാറാമി കൗണ്ടി ഷെരീഫിന്
അഭിനന്ദന പ്രവാഹമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമായതിനാൽ വലിയ ചർച്ചയായിരുന്നു. ഒരു കേസിൽ കുറ്റവാളിയെ പെട്ടെന്ന് കണ്ടെത്തിയതിനാൽ ഷെരീഫിനും സംഘത്തിനും അത് വലിയ ആഘോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. കോമയിലായിരുന്ന ബാർബറയ്ക്ക് ബോധം വന്നു എന്ന വാർത്ത അപ്പോഴാണ് വന്നത്. ഇതറിഞ്ഞ ഷെരീഫും സംഘവും ബാർബറയുടെ മൊഴിയെടുക്കാനായി ഹോസ്പിറ്റലിലെത്തി. അവൾ പറഞ്ഞ രൂപരേഖ വെച്ച് തയ്യാറാക്കിയ സ്കെച്ച് പ്രകാരം അത് ജോയ് അരീഡി അല്ലായിരുന്നു, ഫ്രാങ്ക് എന്ന ആളായിരുന്നു. ആക്രമണത്തിനിരയായ പെൺകുട്ടികളുടെ ജോലിക്കാരനായിരുന്നു അയാൾ. പിതാവുമായി ഉണ്ടായ അസ്വാരസ്യമാണ് അയാളെ ഈ കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഷെരീഫും സംഘവും ഫ്രാങ്കിനെ അറസ്റ്റ് ചെയ്തു. അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. തങ്ങൾക്ക് പറ്റിയ തെറ്റ് അവർ മനസ്സിലാക്കിയത്. എന്നാൽ എല്ലാവരും വലിയ ആഘോഷമാക്കിയ അറസ്റ്റ് പിന്നീട് അബദ്ധമായിരുന്നു എന്ന് തിരുത്താൻ അവരുടെ ഈഗോ സമ്മതിച്ചില്ല. ഫ്രാങ്കിനോട് അവർ ഒരു നിബന്ധന വെച്ചു. അന്നത്തെ ആക്രമണത്തിൽ ഫ്രാങ്കിനോടൊപ്പം ജോയ് അരീഡി കൂടെ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കണം. എങ്കിൽ ഫ്രാങ്കിന് ശിക്ഷയിൽ ഇളവ് ചെയ്തു തരാമെന്ന ഉറപ്പും നൽകി. ഫ്രാങ്ക് അത് സമ്മതിച്ചു. ഇതനുസരിച്ച് ഷെരീഫും സംഘവും പത്രപ്രസ്താവന നടത്തി. എല്ലാ പത്രങ്ങളിലും ഇത് വാർത്തയായി. ഫ്രാങ്കും ജോയിയുമായിരുന്നു ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ എന്നായിരുന്നു പ്രസ്താവന. അങ്ങനെ അവർ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി. ജഡ്ജിയുടെ മുന്നിൽ വിചിത്രമായ വാദങ്ങൾ ആയിരുന്നു അന്നുണ്ടായത്. ഫ്രാങ്ക് നൽകിയ മറുപടി കുറ്റം ചെയ്തത് താൻ മാത്രമാണെന്നാണ്. എന്നാൽ ജോയ് പറഞ്ഞതാകട്ടെ താനും കൂടിയാണ് കുറ്റകൃത്യം നടത്തിയത് എന്ന്. ലൈംഗികത എന്നതിൻ്റെ അർത്ഥം പോലും അറിയാത്ത ജോയ് അരീഡി എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ആർക്കും മനസ്സിലായില്ല. ഇത് കേട്ടുകൊണ്ടിരുന്ന ജോയ് അരീഡിയുടെ വക്കീൽ ജോയ് മെൻ്റലി ഡിസേബിൾഡ് ആണെന്നും അവന് 5 വയസ്സിൻ്റെ ബുദ്ധിവളർച്ച മാത്രമേ ഉള്ളൂ എന്നും അറിയിച്ചു. സ്റ്റേറ്റ് ജോയ് അരീഡിക്ക് വേണ്ടി നിയമിച്ച അഭിഭാഷകനായിരുന്നു സീഫ്രഡ് ബെർണാഡ്. എന്നാൽ അന്നത്തെ നിയമപ്രകാരം ഒരാൾ സ്വയം കുറ്റസമ്മതം നടത്തിയാൽ മറ്റു തെളിവുകൾക്ക് അവിടെ സ്ഥാനമില്ല. അതിനാൽ ജോയ് അരീഡി കുറ്റക്കാരനാണെന്ന് വിധിച്ചു. അതുമാത്രമല്ല, ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയെ വിസ്തരിച്ചതിൽ അവൾ ഫ്രാങ്കിനെ തിരിച്ചറിഞ്ഞു. അയാൾ തൻ്റെ പിതാവിന് വേണ്ടി ജോലി ചെയ്തിട്ടുള്ളതിനാൽ അയാളെ ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അയാളുടെ കൂട്ടാളിയായി ജോയ് ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. വിചാരണയ്ക്ക് ശേഷം വിധി പ്രഖ്യാപിച്ചു. ഫ്രാങ്ക് അഗ്ലറും ജോയ് അരീഡിയും കുറ്റക്കാരനാണെന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടതോടെ അവർക്ക് കോടതി വധശിക്ഷയാണ് വിധിച്ചത്. ഡിസംബർ 22-ന് ശിക്ഷ നടപ്പിലാക്കാനായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതുവരെ കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കാനും ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ജയിലിലെത്തിയ ജോയിയുടെ പെരുമാറ്റം എല്ലാവരിലും ഒരു ഇഷ്ടം ഉളവാക്കുന്ന രീതിയിലായിരുന്നു. അവിടെയുള്ള എല്ലാ തടവുകാരും ഗാർഡുമാരും അവനോട് സ്നേഹത്തോടെ പെരുമാറി. എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു, മാനസിക വളർച്ച ഇല്ലാത്ത ഒരാളാണ് ജോയ് അരീഡി എന്ന്. അവർ എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം പറഞ്ഞൊരു കാര്യമായിരുന്നു അവൻ്റെ കുറ്റസമ്മതം എന്നായിരുന്നു എന്നും ഒരു ചെറിയ കുട്ടിയുടെ തെറ്റായ പ്രസ്താവന കേട്ട് അവന് വധശിക്ഷ നൽകേണ്ടതുണ്ടോ എന്നും. ജോയ് അരീഡിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ 200-ലധികം പരാതികളാണ് മേൽ അധികാരികൾക്ക് ലഭിച്ചത്. എന്നാൽ ഈ ശിക്ഷ ക്യാൻസൽ ചെയ്യാനാവില്ല എന്നാണ് അധികാരികൾ ഒന്നടങ്കം സമ്മതിച്ചത്. കാരണം ഒരാൾ സ്വയമേ കുറ്റം സമ്മതിച്ചാൽ പിന്നെ മറ്റു മാർഗങ്ങളില്ല. കൊളറാഡോ അറ്റോർണി ഗെയിൽ എൽ അയർലൻഡ് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ റദ്ദാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ജോയിയുടെ വധശിക്ഷ പല തവണകളായി ഏകദേശം 9 തവണയോളം സ്റ്റേ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം സുപ്രീം കോടതിയുടെ മുൻപിൽ പറഞ്ഞ കാര്യം ഇതായിരുന്നു: നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, ഗ്യാസ് ചേംബറിലേക്ക് ജോയിയെ വധശിക്ഷയ്ക്കായി കടത്തിവിടുന്ന നിമിഷം മുതൽ കൊളറാഡോ സംസ്ഥാനത്തിന് അപമാനമായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സമയമെടുക്കും. എന്നാൽ ഈ വാദങ്ങളൊന്നും വിലപോയില്ല. നിരന്തരം ഹർജികളും അപ്പീലുകളും ലഭിച്ചുകൊണ്ടിരുന്നു. ജയിൽ വാർഡൻ റോയ് ബെസ്റ്റ് അരീഡിയെ പിന്തുണയ്ക്കതിൽ ഒരാളായി മാറി. അദ്ദേഹം ജോയ് അരീഡിയെ മകനെ പോലെ നോക്കി പരിപാലിച്ചു. പതിവായി കളിപ്പാട്ടങ്ങൾ, ചോക്ലേറ്റുകൾ എന്നിവയെല്ലാം നൽകുമായിരുന്നു. ഒരു ടോയ് ട്രെയിനായിരുന്നു അവന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഒരു മാധ്യമപ്രവർത്തകനുമായുള്ള അഭിമുഖത്തിൽ മോചിതനാകാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് ജോയ് അരീഡിയുടെ മറുപടി ഇല്ല, തനിക്ക് വാർഡൻ റോയ് ബെസ്റ്റിനോടൊപ്പം ജീവിക്കണം എന്നാണ്. തൻ്റെ വീട്ടിൽ കുട്ടികൾ തന്നെ തല്ലുമായിരുന്നു, എന്നാൽ തനിക്ക് ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നുമാണ് ജോയ് പറഞ്ഞത്. മരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇല്ല, താൻ മരിക്കില്ല എന്നാണ് അവൻ പറഞ്ഞത്. മരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതിരുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും സന്തോഷവാനായ തടവുകാരൻ ആയിരുന്നു അവൻ. 1939 ജനുവരി 6-ാം തീയതി അന്നാണ് ജോയ് അരീഡിയുടെ വധശിക്ഷ.
പതിവ് പോലെ പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം ജോയ് കാണാൻ അവൻ്റെ അമ്മയും സഹോദരിമാരും എത്തി. അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവന് യാതൊരു വികാരവും കാണിച്ചില്ല. അവരോട് സംസാരിക്കാനും അവൻ കൂട്ടാക്കിയില്ല. അവൻ്റെ അവസാന ആഗ്രഹമായി അവൻ പറഞ്ഞ ഐസ്ക്രീം കുറച്ച് കഴിച്ചതിന് ശേഷം പിന്നീട് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ടോയ് ട്രെയിൻ സഹതടവുകാരന് നൽകി. എല്ലാ തടവുകാരോടും യാത്ര പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധേയനാവുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ടോയ് ട്രെയിനിൽ കളിച്ചിട്ടാണ് അവൻ പോയത്. ഗ്യാസ് ചേംബറിൽ വെച്ചാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. അതിനായി പോകുമ്പോൾ വാർഡൻ റോയ് ബെസ്റ്റ് അവനോടൊപ്പം പോയിരുന്നു. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഗ്യാസ് ചേംബറിലേക്ക് കയറി കണ്ണടച്ചു. ആ നിമിഷം അവൻ്റെ പുഞ്ചിരി മാറി. ശിക്ഷ നടപ്പാക്കുന്നതിനിടെ റോയ് ബെസ്റ്റ് കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് ജോയ് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. രാത്രി 8:19 അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിച്ചു. ജോയ് അരീഡിയുടെ മരണശേഷം വളരെയധികം ശ്രദ്ധ നേടിയൊരു കേസായിരുന്നു. ഇതിനു പുറമെ ബുദ്ധിപരമായി വൈകല്യമുള്ള കുറ്റവാളികൾക്ക് വധശിക്ഷ ഭരണഘടന വിരുദ്ധമാണെന്ന് US സുപ്രീം കോടതി വിധിച്ചു. ഒരു കൂട്ടം പിന്തുണക്കാർ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് ജോ അരീഡി രൂപീകരിച്ചു. ഈ സംഘടനയുടെ നിരന്തരമായ പ്രവർത്തനവും അരീഡിയുടെ കേസിനെക്കുറിച്ചുള്ള റോബർട്ട് ബെർസ്കിയുടെ പുസ്തകത്തെയും മുൻനിർത്തിക്കൊണ്ട് 2011 അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏകദേശം 72 വർഷങ്ങൾക്ക് ശേഷം കൊളറാഡോ ഗവർണർ ബിൽ റിട്ടർ ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു. ജോയ് അരീഡിക്ക് പോസ്തുമസ് പാർഡൺ നൽകി. അതായത് ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കാതെ പോയ ഒരു ഔദ്യോഗിക അംഗീകാരം അദ്ദേഹത്തിൻ്റെ മരണശേഷം ലഭിച്ചു. ജോയ് അരീഡിയുടെ കേസിൽ നീതി തെറ്റിപ്പോയിരിക്കാമെന്ന ഗുരുതരമായ ആശങ്കയാണ് അതിന് പിന്നിലുണ്ടായിരുന്നത്. ആ ഒരു മാപ്പുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ലോകത്തിനു മുന്നിൽ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഒരു തെറ്റായ വിധിക്ക് നഷ്ടപ്പെടുന്നത് ഒരു കേസ് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ മുഴുവൻ ജീവിതമാണ്. ജോയ് അരീഡിയുടെ കഥ അതുകൊണ്ട് തന്നെ ഇന്നും അമേരിക്കൻ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന റോങ്ഫുൾ കൺവിക്ഷൻ കേസുകളിൽ ഒന്നായി തുടരുന്നു. ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. ഇത്തരം കൂടുതൽ ക്രൈം സ്റ്റോറികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യഥാർത്ഥ ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.